സിസ്റ്റർമാർക്ക് ഡാൻസ് ഉണ്ടെങ്കിൽ നോക്കട്ടെ. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും നാസറത്തിൽ മാതാപിതാക്കൾക്കൊപ്പം വളർന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെ പ്രീതിയിലും വ്യാപിച്ചു. ആയാൽ അന്ധകാരത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും പിൻവാങ്ങി ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീരാൻ എന്നെ വിളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ ഉൾക്കാഴ്ചയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും വ്യാപിച്ച് ഞാൻ ലോകത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച. അതോടൊപ്പം നമുക്ക് ഈ ധ്യാനം സംഘടിപ്പിച്ചു തന്ന പ്രശാന്തച്ഛനോടും ബ്രദറിനോടും ടീമിനോടും വളരെയേറെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ കർത്താവേ. ഞാൻ ഈ ധ്യാനത്തിന് വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. ഒരു മാസമായിട്ട് ഞാൻ ഈ ധ്യാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം പ്രശാന്തനെ കൂടി എന്നോട് ബഹുമാനപ്പെട്ട പ്രശാന്തൻ എന്നോട് പറഞ്ഞു ധ്യാനത്തിന് വരണം. അപ്പോഴേ തീരമങ്ങാടി ഞാനും മാത്രമേ ഉള്ളൂ. തീരമങ്ങാടിക്ക് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ദിവസവും എനിക്ക് ആ വേദനയെ കൂടി എന്നോട് സംസാരിക്കും. എനിക്ക് വേദനയൊക്കെയാണ്, നീ എപ്പോഴും എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. എന്നും രാത്രി 4 മണിക്കും വെളുപ്പിന് 4 മണിക്കൂടി ഞാൻ പ്രാർത്ഥിക്കും. ദൈവമേ എനിക്ക് അച്ഛൻ പറഞ്ഞ വാക്കനുസരിച്ച് പോകാനുള്ള ശക്തി കഴിവ് തരണമേ, അതുകൊണ്ട് എനിക്ക് ആ ധ്യാനം കൂടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. 4 മണിക്ക് എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും. കർത്താവ് എനിക്ക് ആ ധ്യാനം കൂടാൻ ആഗ്രഹിക്കുകയാണ്. അത് സാധിച്ചാണ് എൻ്റെ ജീവിതം കഴിഞ്ഞ് സമ്മതം ഉണ്ടായിരിക്കണമെന്ന്. പക്ഷേ ഇത്രയും വാചനങ്ങളിൽ ഇത്രയും കാലമായിട്ട് ഞാനൊരു വിചാരിയാണ്. ഞാൻ ആശ്രയപ്പെട്ട് 3 വർഷമായുള്ളൂ. പക്ഷേ എനിക്ക് അതിന് കൂടി ഒരുപാട് അനുഭവങ്ങളാണ് ഈ ധ്യാനം ബ്രദറിൻ്റെ ധ്യാനത്തിന് കൂടി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഇനിയുള്ള സമയം ഈ ജീവിതം ഇനി കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നേ ഒത്തിരി നന്ദി പറയുന്നു. ഇത്രയും സമയങ്ങളിൽ ഇനി ഒത്തിരി സമയം ഞങ്ങൾക്കില്ലല്ലോ കർത്താവെ. ഞങ്ങൾ 65 വയസ്സ് 72 വയസ്സുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷെ ഞങ്ങളുടെ അതിന് കൂടി ഞങ്ങൾക്ക് ദുഃഖമുള്ളവരാണെന്നില്ല. പിന്നെ ഇപ്പം ബ്രദർ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ഞാൻ വേദന, മക്കൾക്കുള്ള വേദനകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി വേദനിക്കുന്നു. ഇന്ന് അതിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മക്കളുടെ വേദന മാത്രമേ എനിക്കുള്ളൂ. കാരണം പിന്നെ എൻ്റെ പിള്ളേരെ ഒരു കാരണവശാലും ക്യാൻസറിൻ്റെ പേരിൽ വരത്തില്ല. 47, 43 വയസ്സുള്ള ആമ്പിള്ളേരാണ്. 2 വർഷമായിട്ട് അത് താമസിക്കുവാണ്. ഞാൻ എൻ്റെ ജീവിതം മുഖായി ഒറ്റയ്ക്കാണ്. ഈ ധ്യാനത്തിൽ കൂടെ ഞങ്ങൾ ഒത്തിരി മനസ്സിലാക്കാൻ ഒറ്റതിൻ്റെ പേരിൽ ഞാൻ ക്ഷമിച്ചവരോട് ചോദിക്കാൻ പോവുക. പിന്നെ അവർ ഇനി ഞങ്ങളോട് പല പ്രാവശ്യം ഞാൻ ചോദിക്കുകയും ചെറിയൊരു പാലുകാച്ചൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അന്നേരത്തേക്ക് ഞാൻ ക്ഷണിച്ചിട്ട് അവർ വന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അടുത്ത ഡിസംബറിൽ അച്ഛൻ ഇവിടെ ബ്രദറിനെ ആവശ്യപ്പെട്ടുകൊണ്ട് 4 ദിവസത്തെ ധ്യാനത്തിൽ എൻ്റെ പിള്ളേർ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നടത്തുന്നു. ഈ ധ്യാനത്തിലൂടെ ഇന്നലെ ഇന്നുമായിട്ട് 2-3 ഉൾക്കാഴ്ച കിട്ടി. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഒന്ന്, ഇവിടെ വന്ന് ശുശ്രൂഷയിൽ ഞാൻ മദ്യപാനികളെ കാണുമ്പോൾ അവരെ ഒരു പുച്ഛരസത്തോടുകൂടെ നോക്കി കാണുമായിരുന്നു. രണ്ടാമത്തത് ആത്മകഥ, അതായത് ട്രെയിനിൽ തകർക്കുക, വിഷപിടിച്ച് മരിക്കുക, കെട്ടിത്തൂങ്ങുക, ഇങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ കാണാൻ പോകുകയില്ല മരിച്ചു കഴിഞ്ഞാൽ. കാര്യം എൻ്റെ വിശ്വാസം മുഴുവൻ വിശ്വാസമുള്ളവരല്ല, പിന്നെ ഞാൻ പോയിട്ട് എന്തിനാണ്. പക്ഷെ അത് ഇന്ന് ഇപ്പോൾ ഈ ധ്യാനത്തിലൂടെ എനിക്ക് ഉൾക്കാഴ്ച കിട്ടി. വിശ്വാസിനെ അവരുടെ എത്ര കണ്ട് ഭാവിയാണെങ്കിലും ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ അവരെ ഇപ്പോൾ കാണണം, എന്ത് സംഭവം ഉണ്ടായാലും അതിൽ ഉൾക്കൊള്ളണം എന്നുള്ളൊരു വലിയൊരു ഉൾക്കാഴ്ച കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയത് ഇന്ന് നമ്മൾ ബ്രദർ പറഞ്ഞ് മത്തായി 6:6 കണ്ണടച്ച്, അതായത് ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയമാകുന്ന കഥകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് വലിയ ഒരു അനുഭൂതി ഉണ്ടായി. നമ്മളെല്ലാവരും ബ്രദർ ഉൾപ്പെടെ ഗാനശുശ്രൂഷകൾ നമ്മളെല്ലാവരും ഇവിടെ അല്ല ഇരിക്കുന്നത്. ഒരു വലിയ താഴ്വാരം, പച്ച പുഴുവണ്ണിൻ്റെ മേലെ ഒരു വലിയ താഴ്വാരത്തിൽ നമ്മളിരിക്കുന്നു. 4 വശത്തു നിന്നും വെള്ളം ഒഴുകി വരുന്നു. നമ്മൾ ഈ വെള്ളത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ ഒരു ഉൾക്കാഴ്ച കിട്ടി. വീണ്ടും എനിക്ക് കിട്ടിയത് ഇവിടെ എല്ലാവരും പറയാൻ പറ്റത് പറയാമെന്നാണ്. അഖണ്ഡ ജോമാന മാസത്തിൽ ഒരു നയിക്കുന്നുണ്ട്.
പക്ഷേ വചനാത്മകമായി വിചിന്തനത്തിലൂടെ ഓരോ രഹസ്യവും ധ്യാനിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ ഉദ്ദേശമായിട്ട് 2-3 ആശയങ്ങൾ ഈ ധ്യാനത്തിലൂടെയാണ് നമ്മൾ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിലത്തെഴുത്ത് സ്കൂളിലാണ് കീഴോട്ട് പോകുന്നത്. നിലത്തെഴുത്ത് സ്കൂളിൽ നിന്ന് തറ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അതിൻ്റെ ചെറുമാലേക്ക് ഓരോ രഹസ്യങ്ങളെ കുറിച്ച് ആ വചനം എഴുതി അല്ലെങ്കിൽ ബൈബിൾ നോക്കി അല്ലെങ്കിൽ വചനം എഴുതിയെടുത്തിട്ട് അത് വാങ്ങിച്ചൊന്ന് ധ്യാനിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴും നിങ്ങളുടെ രാജ്യവും അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിക്കുക എന്ന് പലരും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്ന അവിടുത്തെ രാജ്യം ആകാശത്തിന് മുകളിൽ ഒരു രാജ്യമുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ അവിടെയാണ് ദൈവം സ്വർഗരാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന്. നമുക്ക് ഭൂമിയുടെ അടിയിൽ പാതാളമുണ്ട്. മരിച്ചു കഴിയുമ്പോൾ തിന്മ ചെയ്യുന്നവരൊക്കെ പാതാളത്തിൽ വിടുമെന്നൊക്കെയാണ് എന്ന് ധരിച്ചിരുന്നത്. പക്ഷേ ഈ ക്ലാസ്സിലൂടെയൊക്കെയാണ് മനസ്സിലായത് ദൈവരാജ്യം എന്താണെന്നും ആരാണ് അത് ഉണ്ടാക്കേണ്ടതെന്നും എവിടെയാണ് അത് വസിക്കേണ്ടതെന്നുള്ള ബോധ്യം നമുക്ക് ബ്രദറിൻ്റെ ക്ലാസ്സിലൂടെയൊക്കെ കിട്ടി. പിന്നെ അതുകൂടാതെ തന്നെ പാവം പിന്നെ ഈ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ കാലയളവിൽ ഉണ്ടായിരുന്ന ആ മനുഷ്യർക്ക് അന്ന് ആദത്തിൽ നിന്ന് ഉണ്ടായ പാവം അത് പരിഹരിക്കാൻ ദൈവം അവരെ അനുവദിച്ചില്ല. ദൈവം അന്ന് അതിനെ പ്രതികരിച്ചില്ലെന്നാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ കിട്ടിയത്. പക്ഷേ നമുക്ക് ക്രിസ്തു ജനിച്ചത് നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് 3 ആണികളാൽ തറക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കം ചെയ്ത് ഉദ്യാനം ചെയ്തപ്പോൾ നമ്മുടെ പൂർവികരുടെ എല്ലാ പാപങ്ങളും അതോടുകൂടി തന്നെ അവസാനിപ്പിച്ചു എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ഇവിടെ ക്ലാസ്സിലൂടെ ബ്രദർ പല പ്രാവശ്യം നമുക്ക് ബോധിപ്പിച്ചു തന്നിട്ടും നമ്മൾ ഒത്തിരി വളർന്നവരാണ്. എന്നിട്ട് നമുക്ക് സംശയങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബോധ്യം എനിക്ക് ഈ ജന്മത്തിൽ എനിക്ക് എൻ്റെ തലമുറയ്ക്കും ഈ ജന്മത്തിൽ മനുഷ്യന് പാപം എന്ന് പറയുന്നൊന്നില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഞാൻ വിചാരിക്കും അന്നന്ന് വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി അന്നന്ന് വേണ്ടുന്ന ആഹാരം നമുക്ക് തരണമെന്ന് പറഞ്ഞ് നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീട്ടിൽ അരിയുണ്ട്, തേങ്ങയുണ്ട്, മുളകുണ്ട്, ഒന്നിനും എനിക്ക് കുറവില്ലല്ലോ. ദൈവമേ ഞാൻ കർത്താവിനെ വിശ്വസിച്ചായിരുന്നു എൻ്റെ വീട്ടിൽ ഒന്നിനും ദാരിദ്ര്യമില്ല എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ ആത്മീയ അപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടതെന്നും നമ്മൾ ചോദിക്കേണ്ടതെന്നുള്ള ബോധ്യം ഈ വചനത്തിലൂടെയൊക്കെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ ഒത്തിരി പ്രാർത്ഥിക്കാൻ ഒത്തിരിയൊക്കെ പഠിപ്പിച്ച് നമ്മളെ കഥ കടച്ചെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മുറിയുടെ കഥ കടച്ചെന്ന് പ്രാർത്ഥിക്കുക അത് പ്രശാന്തത്തിനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കൊണ്ടിട്ടില്ല നമ്മൾ. പക്ഷെ അത് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ദൈവമേ ആ നിമിഷങ്ങൾ ആ കഥ കടച്ച് നമ്മുടെ മനസ്സിൻ്റെ കഥ കടച്ചുകൊണ്ട് നമ്മൾ ആ ഈശോയുമായിട്ട് ആ ലയനം ചെയ്യുന്ന ആ സമയം നമുക്കുണ്ടാകുന്ന ആ അനുഗ്രഹങ്ങൾ ഇവിടെ ബ്രദർ ഒത്തിരി നമുക്ക് പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും ചെറിയ എനിക്കൊന്ന് പറയാനുള്ളത് ഏറ്റവും ചെറിയ ഏറ്റവും വലുതാകുന്ന ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരിലും നമ്മുടെ തോമസ് ബ്രദർ ഏറ്റവും ചെറുതാണ്. പക്ഷേ മാനുഷികമായിട്ട് ചെറുതാണെങ്കിലും ആത്മീയമായിട്ട് അദ്ദേഹത്തെ ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുത്താൻ ഉയർത്തിയ കർത്താവിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോ മനുഷ്യരുടെ എല്ലാം പാപം കുരിശിൽ ഏറ്റെടുത്തു. ഇനി പാപത്തിന് ആധിപത്യമില്ല. ഇനി ആർക്ക് ആധിപത്യം? കൃപയ്ക്കാണ് ആധിപത്യം. അപ്പോൾ നമ്മളെന്തെങ്കിലും പാപം ചെയ്തു പോയാൽ തന്നെയും കൃപ അത് മാറ്റി നമ്മളില്ല. പാപമില്ലാതെ